ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ നാട്ടിൽ തൃശ്ശൂർ എൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെയും എല്ലാവർക്കും സുഖം തന്നെയാണ് കേട്ടോ. ഇത് വന്നിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ്. തൃശ്ശൂർ പൂരം എന്ന് കേൾക്കുമ്പോൾ പാറമേക്കാവും തിരുവമ്പാടിയും രണ്ട് ക്ഷേത്രങ്ങളെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ അവരെ കൂടാതെ 8 മറ്റ് ക്ഷേത്രങ്ങൾ കൂടി ചേർന്ന് നടത്തുന്ന ചെറുപൂരങ്ങളും ഉണ്ടായിരിക്കും. ആ 8 ക്ഷേത്രങ്ങളിൽ ഒന്ന് ഇരിക്കുന്നത് ഞാൻ ജനിച്ചു വളർന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ പനക്കമുള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പോകുന്ന ചെറുപൂരമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് അവിടെ പോയി ജോയിൻ ചെയ്യും. അപ്പോൾ രാവിലെ നേരത്തെയാണ് ഇവിടുന്ന് പൂരം മൂന്നാനപ്പുറത്ത് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ദേശത്തിൻ്റെ എല്ലാവരും വന്ന് അത് കാണാനൊക്കെ നിൽക്കും. ആ കൂട്ടത്തിൽ ഞാനും പോയി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് കാണിച്ചു തരാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലിതേ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തിട്ട്. നമ്മുടെ വീട്ടിലിങ്ങനെ ഗസ്റ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് എല്ലാവർക്കും കുറേ വെച്ച് വിളമ്പാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരെ കൊണ്ടും ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് നമ്മൾ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണിയും അച്ചാറും ഇതിൻ്റെ സർലാസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളൊരു കസിൻ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഒരു വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചതാണ് കേട്ടോ. അവർക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ചര സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ഇതിങ്ങനെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഒരുപാട് സംഗതികൾ ചേർന്നിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 3-4 ദിവസം കൂടി ചേരുമ്പോഴാണ് തൃശ്ശൂർ പൂരം ഒന്ന് കംപ്ലീറ്റ് തന്നെ ആവുന്നത്. അപ്പോൾ ഇലഞ്ഞിത്തറ മേളം ഉണ്ടായിരിക്കും, മടത്തിൽ വരവുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ കുടമാറ്റമുണ്ട്, വെടിക്കെട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാലത്ത് അങ്ങനെ പൂരം കാണാനൊന്നും പോയില്ല. ഭയങ്കര വെയിലല്ലേ, എനിക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കുടമാറ്റമൊക്കെ ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ ആനേനെയും കാണാം, പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ജാനിമോളെയും തനുക്കുട്ടീനെയും പിന്നെ എൻ്റെ ആൻറ്റീൻ്റെ മോളുടെ അമൃത പിന്നെ അച്ഛൻ ഞാനും ഒക്കെ കൂടിയിട്ടാണ് കുടമാറ്റം കാണാനായിട്ട് പോയത്. അപ്പോൾ നമ്മൾ ഈ പാറമേക്കാവിൻ്റെ സൈഡിലൊക്കെയാണ് വണ്ടിയൊക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടതാണ് ആനേനെ കുളിപ്പിക്കുന്നതും അവർക്ക് പനമ്പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ. അത് നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ആന അതേ കുളിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ കുടമാറ്റം കാണാനായിട്ട് വന്നതാണ്. വലിയ കാര്യത്തിലൊക്കെ വന്നതാണ്. പക്ഷെ ഒന്നും കാണാനായിട്ട് പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്ന് ടി വിയിൽ വെച്ച് കാണുന്നതാണ് ഏറ്റവും നല്ലത്. അമ്മയും പിക്കു ഒന്നും വന്നില്ല കേട്ടോ. പിക്കു കാലത്ത് പൂരത്തിന് അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് കണ്ട് മതിയായി, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് എത്രയും നന്നായി എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് നിഴൽ പോലെയാണ് ഒന്ന് കണ്ടത്. അത്രയും തിരക്കിൻ്റെ ഇടയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. പണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും മരങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റിയിരുന്നതാണ്. ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മറയിൽ അങ്ങനെ അങ്ങോട്ട് കുടമാറ്റം കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ബോറടിച്ചു. ഞങ്ങൾ വേഗം ഇറങ്ങി. അച്ഛനും എൻ്റെ ഒരു അനിയത്തി ഉണ്ട്, അവളും മാത്രം അവിടെ കാണാനായിട്ട് നിന്ന്. ഞങ്ങളിവിടെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കയ്യിൽ മെഹന്തി ഇടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അച്ചു കുത്തില്ലേ, ഞാനതൊക്കെ ചെറുപ്പത്തിൽ കുറേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തനുക്കുട്ടിക്കും ജാനിമോൾക്കും അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെന്താ ഐസ്ക്രീമൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വേഗം ഐസ്ക്രീം തീറ്റിച്ച് ഇതേ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതങ്ങനെ കുറേ ദിവസമൊന്നും നിൽക്കില്ല കേട്ടോ. അവർ ഒരു ദിവസം കണ്ടാൽ തിന്നുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ കൈയൊക്കെ കഴുകുമ്പോഴത്തേക്കും ഇതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പണ്ട് ഇതിനെ കഴിഞ്ഞും ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് ഈ സാധനം പോകുന്നുണ്ട്. അപ്പോൾ എന്നാലും അവരുടെയൊക്കെ ഒരു ആഗ്രഹമല്ലേ, കുട്ടികൾക്ക് ഇതൊക്കെയാണ് രസം. അല്ലാണ്ട് അവിടെ നിന്ന് കുടമാറ്റം കാണാനായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ പോയി ഇടിയും ചവിട്ടും കൊള്ളാനേ കഴിഞ്ഞും ബെറ്റർ അല്ലേ. പൂരപ്പറമ്പിലൊക്കെ ഇങ്ങനെ നടന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം, കുറേ കാഴ്ചകൾ കാണാം, കുറേ മനുഷ്യരെ കാണാം. ഏതൊക്കെയോ ദേശങ്ങളിൽ നിന്ന് ഏതൊക്കെ രാജ്യത്തു നിന്ന് പോലും ആൾക്കാർ വന്ന് കാണുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. അത്രയും ഫേമസ് ആണ്, നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാം അറിയാലോ. അപ്പോൾ അത്രയും ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമല്ലേ. എനിക്കും പേഴ്സണലി ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം കേട്ടോ. അല്ലാണ്ട് ഈ തിരക്കിൻ്റെ ഇടയിലേക്ക് അവിടെ പോയി നിന്ന് 4 കുട മാറുന്നത് കാണാൻ എനിക്ക് എന്തോ അതിന് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിള്ളേർക്ക് കയ്യിലെല്ലാം വേണ്ടിയെല്ലാം ഇട്ട് കൊടുത്ത് ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മാലകളൊക്കെ പിക്കുമോന് ഭയങ്കര ആഗ്രഹം. അവന് സിൽവറിൻ്റെ ഒറിജിനൽ വെള്ളിയുടെ മാല
ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കഴുത്തിൽ കറുത്ത കളർ വരുന്നത് കേട്ടോ. അപ്പോൾ അവനെന്തോ വെള്ളി പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അവനൊരു മാല, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മാല വാങ്ങിച്ചു. അതേപോലെ തനുക്കുട്ടിക്ക് മോതിരമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ 2 പേർക്കും ഓരോരോ കുഞ്ഞുമോതിരം വാങ്ങിച്ചു കൊടുത്തു. അവരുടെ സൈസൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു. പിന്നെ തപ്പിത്തരഞ്ഞൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നറുങ്ങ് പറങ്ങ് സാധനങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന് തന്നെയാണ്. കാരണം നമ്മൾ അതുവരെ കാണാത്ത കുറേ സാധനങ്ങൾ അവിടെ പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഈ പൊരി, അവൽ, ഹൽവ, തോട ഇങ്ങനത്തെ സാധനങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല. ശരത്തേട്ടന് അശേഷമില്ല. അത് കാരണം കൊണ്ട് ഞങ്ങളങ്ങനെ പൂരപ്പലഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇപ്പൊ എന്തെല്ലാം വാങ്ങിച്ചിട്ടാ വന്നേന്നറിയോ? അത് സാരില്ല, അത് കറക്റ്റാ. കുപ്പികൾ കണ്ടോ നിങ്ങൾ? എന്ത് ഭംഗിയാന്ന് നോക്കി. ഇഷ്ടം പോലെ പല വെറൈറ്റി പല കളറൊക്കെ ഉണ്ട്. എൻ്റെയൊക്കെ സൈസിന് അല്ലെങ്കിൽ കുറച്ച് വലിയ പിള്ളേരുടെ സൈസിനുള്ളതാണ് ഇരിക്കുന്നത്. കുഞ്ഞുമക്കളുടെയൊക്കെ വളരെ കുറവാണ്. അതിന് തപ്പിത്തരഞ്ഞാകെ 2 കളറാണ് ജാനിക്കും തനുവിനും വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫ്ലവർ ക്ലിപ്പൊക്കെ വാങ്ങിച്ചിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ കാണിച്ചു തരാട്ടെ എപ്പോഴെങ്കിലും വീട്ടിലൊക്കെ ചെന്നിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ എന്താണ്ടായെന്ന് വെച്ചാൽ പിന്നെ ചെന്നു ഭക്ഷണം കഴിച്ചു കിടന്നു ഉറങ്ങി. അത് കഴിഞ്ഞ് പുലർച്ചെ വെടിക്കെട്ടുണ്ടായിരിക്കുമല്ലോ. അത് പുലർച്ചെ നമ്മളൊരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എണീറ്റിട്ട് പോകുന്നത് കേട്ടോ. പുലർച്ചെ വെടിക്കെട്ടിന് ഒത്തിരി സമയം എടുത്തിട്ടൊക്കെയാണ് അത് പൊട്ടുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാനും ക്ഷമയുള്ളവർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോവാറുണ്ട്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വന്നിട്ടൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് വയ്യായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അന്ന് തനുക്കുട്ടി കുറച്ചും കൂടി ചെറുതായിരുന്നു. അപ്പോൾ ഇത് വെടിക്കെട്ടിന് പോയതാണ് കേട്ടോ. പുലർച്ചെ വെടിക്കെട്ടിന് ജനങ്ങളുടെ പ്രളയമായിരുന്നു കേട്ടോ. എത്രയൊക്കെ ലേറ്റാണ്, എത്രയൊക്കെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും ആളുകൾ ഒത്തിരി ഉണ്ടായിരിക്കും. നല്ല രസമാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. നമ്മൾ പിന്നെ അങ്ങനെ അടുത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. കുറച്ച് അകലം നിന്നിട്ടൊക്കെയല്ലേ ഇതൊക്കെ കാണുള്ളൂ. അത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപാര നടന്നിട്ടൊക്കെയാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. എൻ്റെ ചേട്ടനൊക്കെ രാത്രി 9 മണിയായപ്പോൾ പൂരപ്പറമ്പിൽ പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട്. നമുക്കത് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളിനി ഒന്ന് കണ്ടു നോക്കിക്കേ. ഞാനിത് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക്. ഇതൊന്നല്ല എഫക്റ്റ്. ഒരു വിഭാഗത്തിൻ്റെ കഴിഞ്ഞ് ഇപ്പോൾ പാറമേക്കാവും തിരുവമ്പാടിയാണ് മെയിൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒരു വിഭാഗത്തിൻ്റെ കഴിഞ്ഞ് കുറച്ച് ടൈം ഒരു 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത സെറ്റ് പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണം.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്ര നേരം ഈ 10,000-കണക്കിന് ആൾക്കാരെ കാത്തു നിന്നത് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയതായിട്ടൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി രാവിലത്തെ ചെറിയ ഒരു പൂരം കൂടി ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കും ഒരു വെടിക്കെട്ട് ഉണ്ടായിരിക്കും. അതോടുകൂടിയിട്ടാണ് പൂരം അവസാനിക്കുന്നത്. പിന്നെ നമ്മൾ പാറമേക്കാവ് അമ്പലത്തിലൊക്കെ ഇങ്ങനെ കഞ്ഞി കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അന്നം ഊട്ടമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് പങ്കെടുക്കുന്നവരുണ്ട്. നമ്മളെല്ലാ വർഷമൊക്കെ പോവാറുണ്ട്, ഇത്തവണ പറ്റിയില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാനിത് മുന്നത്തെ ഒരു ദിവസം, അതായത് പൂരത്തിൻ്റെ തലേനാൾ നമ്മളൊന്ന് കാണാനൊക്കെ ആയിട്ട് ഇറങ്ങുമല്ലോ, ഈ പന്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ലൈറ്റിങ്ങും നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ഷോർട്ടായി പോകും. ഞാൻ ഈ തവണ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു തൃശ്ശൂർ പൂരം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒന്നാമത്തിൽ ചെറിയതായിട്ട് വയ്യായിരുന്നു കേട്ടോ. പിന്നെ ഈ യാത്രയും അലച്ചിലൊക്കെ കാരണം കൊണ്ട് ടയേർഡായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒന്ന് പോകുമ്പോൾ പോവും, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഒത്തിരി വെയിൽ കൊള്ളയും അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാത്രിയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നാലും ഇവിടെ നിറച്ച് ആൾക്കാരായി ഉണ്ടായിരിക്കും കേട്ടോ, അങ്ങനെ ആരും ഇല്ല എന്നൊന്നും വിചാരിക്കരുത്, ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അമ്പലമൊക്കെ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇത് പാറമേക്കാവ് അമ്പലമാണ്. അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ കണ്ട് ഞങ്ങൾ കസിൻസിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് കാണും. ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ്, ഒരു കാറിൽ കൊള്ളാവുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അമ്മ മിക്കപ്പോഴും ഇതിനൊന്നും വരാറില്ല കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ വെടിക്കെട്ട് കാണുക, പിന്നെ പാറമേക്കാവിലെ കഞ്ഞി കുടിക്കാൻ പോവുക, ആ ഉച്ചക്കലത്തെ വെടിക്കെട്ട് കാണുക, ഇതൊക്കെയാണ് അമ്മയുടെ ഇഷ്ടങ്ങൾ. അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ലായിരുന്നത് മാത്രമല്ല, അടുത്ത ദിവസത്തേക്കൊക്കെ നല്ല പണിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അച്ഛനും പിള്ളേർ എൻ്റെ കൂടെയാണ് വന്നത്, പിന്നെ എൻ്റെ കസിനും വന്നിട്ടുണ്ടായിരുന്നു, പവളും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവർക്ക് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ ഓരോന്ന് വാങ്ങിക്കാനായിട്ടൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവരെ സന്തോഷം കാണുക, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമായിരുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ പൂരത്തിൻ്റെ പന്തലൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ പാതിരാത്രി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. പിന്നെ രാത്രി ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കങ്ങനെ കാറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് മൊത്തം ബ്ലോക്കായിരിക്കും, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് പോയി കാണാനോ വണ്ടി എടുത്ത് പോകാനൊന്നും പറ്റില്ല, മൊത്തം നടന്ന് കാണേണ്ടി വരും. അത്രയ്ക്ക് ആരോഗ്യം ഞങ്ങൾക്കില്ലാത്ത കാരണം കൊണ്ട് വണ്ടിയൊക്കെ കടത്തി വിടുന്ന സമയത്താണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പാതിരാത്രിക്ക് പോയിട്ട് പന്തലൊക്കെ കാണാൻ പോയി. അപ്പോൾ ഓരോ പന്തലിൻ്റെ അവിടെ എത്തി. ഇത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഏത് ഭാഗത്തിൻ്റെ എവിടെയാണ് നിൽക്കണം എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഓരോരോ സ്ഥലത്ത് 3 സ്ഥലങ്ങളിലായിട്ട് ഉണ്ടായിരിക്കും പന്തൽ. അപ്പോൾ 3 സ്ഥലത്തും പോയി കാണും. ഏത് വിഭാഗത്തിൻ്റെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കണ്ടാൽ പോലെ നല്ല രസമാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെയല്ല, നമ്മൾ ഡയറക്റ്റ് പോയിട്ട് നിന്ന് കാണുന്നതിൻ്റെ എഫക്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിൽ ആരെങ്കിലും തൃശ്ശൂർ പൂരം നേരിട്ട് പോയി കണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞോളൂ. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിയോണം ആയിപ്പോയി. ആ ഒരു സമയത്ത് ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ എന്ത് ചോദിക്കണം, അല്ലെങ്കിൽ ഞാൻ പേര് വരെ ചോദിക്കാൻ മറന്നുപോയി. ഞാനിങ്ങനെ ചിരിച്ചിളിച്ച് നിന്നു, അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ പേരൊക്കെ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നാൽ പിന്നെ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.